നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എങ്ങനെ പോകുന്നു? നന്നായിട്ട് പഠിക്കുന്നുണ്ട് മുത്തശ്ശ. താമസവും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ കൂടിയില്ലേ? കിരണും മേഘയും അനുവും ഷൈനിയും എന്തു പറയുന്നു? അവരൊക്കെ മുത്തശ്ശനെ അന്വേഷിക്കാറുണ്ടോ? മുത്തശ്ശന്റെ കാര്യം അവരെല്ലാവരും എപ്പോഴും പറയും. മുത്തശ്ശൻ വെറുതെ വിളിച്ചതാണോ? മുത്തച്ഛൻ വെറുതെ വിളിക്കുന്നത് മോൾക്ക് ബുദ്ധിമുട്ടാണോ? മുത്തശ്ശ, എന്താണെന്നറിയില്ല. ഇവിടെ നീ ഉണ്ടായിരുന്നപ്പോഴുള്ള ഉത്സാഹം കാണാനില്ല. നീ ഉള്ളപ്പോ ഒരു ബഹളമൊക്കെ ഉണ്ടായിരുന്നു. മന ഉറങ്ങി. ഇടയ്ക്കിടയ്ക്ക് മോളുടെ സ്വരമെങ്കിലും കേട്ടില്ലെങ്കിൽ എന്തോ കളഞ്ഞുപോയ പ്രതീതിയാ മുത്തശ്ശന്. മുത്തശ്ശ, ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങോട്ട് വരുമല്ലോ. വരണം. വരുമ്പോ എന്റെ കൂട്ടുകാരെ കൂടി കൊണ്ടുപോവാ. അവരെല്ലാരും കൂടി ആവുമ്പോ ഇവിടെ ഒരു ഉത്സവ പ്രതീതിയായിരിക്കും. ഞാൻ പറയാം മുത്തശ്ശ. മോളെ, എല്ലാം അവിടെ നന്നായി നടക്കുന്നുണ്ടാവും. എന്നാലും കാലദോഷം ഏതു വഴിക്ക് കയറി വരുമെന്ന് പറയാൻ പറ്റില്ല. നിമിത്തം ചിലത് പറയുന്നുണ്ട്. നീ ഇപ്പോ വളരെ സൂക്ഷിക്കേണ്ട സമയാ. നീ അകലെ ആയതുകൊണ്ടാ മുത്തശ്ശന് ആശങ്ക. എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ. അത് കേൾക്കുമ്പോ സന്തോഷമുണ്ട്. എന്നാലും പതിവായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് മുടങ്ങാതെ ചെയ്യണം. അതിനാ മുത്തശ്ശൻ ഇപ്പൊ വിളിച്ചത്. എന്താ മുത്തശ്ശ? അവിടെ ഒരു പ്രസിദ്ധമായ ശിവക്ഷേത്രമുണ്ട്. അതിരാവിലെ അവിടെ പോയി ചില പൂജകൾ ചെയ്യണം. വെറുതെ ചെയ്താ പോരാ. അതിന് ചില സമയക്രമങ്ങളുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ അവിടെ പോയി പൂജ ചെയ്യണം. ഇവിടെ നിന്ന് അതിരാവിലെ ഒന്ന് പുറത്തു പോകാൻ പറ്റില്ല മുത്തശ്ശ. വാർഡനെ വിളിച്ച് ഞാൻ സംസാരിച്ചോളാം. ചാർത്ത് ഞാൻ ഫോണിലേക്ക് അയച്ചുതരാം. അതിൽ പറയുന്നത് പോലെ ചെയ്യണം. അതെല്ലാം മുടക്കം വരാതെ ചെയ്താൽ ഒരു ദുഷ്ടശക്തികൾക്കും നിന്നെ ആക്രമിക്കാനാവില്ല. മോള് ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്യില്ലേ? ശരി മുത്തശ്ശ, ചെയ്യാം. ചാർത്ത് അയച്ചോളൂ. ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്യാം. കോളേജിൽ പോണം. ശരി മോളെ, കോളേജിൽ പോയിട്ട് വാ. മുത്തശ്ശൻ ചാർത്ത് അയച്ചേക്കാം. ശരി മുത്തശ്ശ, ബൈ. എന്തു പറ്റിറന്താ? മനയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താടി, മുത്തശ്ശന് സുഖമില്ലേ? മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ല. മുത്തശ്ശൻ എന്തോ നിമിത്തം പറഞ്ഞ് ഉടക്കിയിട്ടുണ്ടാവും. മുത്തശ്ശൻ എന്താ പറഞ്ഞേ? നല്ല പണി കിട്ടി. ചില ദിവസങ്ങളില് എനിക്ക് അതിരാവിലെ പൂജയ്ക്ക് പോവേണ്ടി വരും. പൂജയോ? മുത്തശ്ശൻ ചാർത്ത് അയക്കും. അതിന് പ്രകാരം അതിരാവിലെ ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്യേണ്ടി വരും. ഞാൻ പെട്ടു. മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒഴിയാനും പറ്റൂല. നിന്റെ മുത്തശ്ശൻ വിളിച്ചപ്പോ ഞങ്ങള് പ്രതീക്ഷിച്ചത് ഏതെങ്കിലും നിമിത്തമായിരിക്കും. എന്തായാലും അതും ഉണ്ടായില്ല. അല്ല, ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന മുത്തശ്ശൻ പറഞ്ഞേ? പൂജ ചെയ്തില്ലെങ്കിൽ നിനക്കെന്തെങ്കിലും അപകടം സംഭവിക്കുമോ? എനിക്കറിയില്ല. നിന്റെ മുത്തശ്ശനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ നിമിത്ത ശാസ്ത്രം എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ഇവളുടെ മുത്തശ്ശന്റെ നിമിത്ത ശാസ്ത്രത്തെ അങ്ങനെ എഴുതി തള്ളാനൊന്നും പറ്റില്ല. അതില് ചില സത്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. കൊള്ളാം. ഒരു മജീഷ്യനായ നീ തന്നെ ഇതൊക്കെ പറയണം. എല്ലാ നിമിത്തമൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരു ഗൗളി ഒന്ന് നിലത്ത് വീണ അത് പ്രശ്നം. എവിടെങ്കിലും പോയി ഇറങ്ങുമ്പോ ഒരു നായയെ കണ്ട അത് വേറൊരു പ്രശ്നം. ഇങ്ങനൊക്കെ നോക്കിപ്പോയാ ജീവിക്കാൻ പറ്റത്തില്ല. മുത്തശ്ശനെ ആ ശാസ്ത്രത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരാളാ. നമുക്ക് മുത്തശ്ശനെ തിരുത്താനൊന്നും പറ്റൂല. ഓരോരുത്തർക്കും ഓരോ വഴികളല്ലേ. ഇവിടെ ഇപ്പൊ അതല്ലല്ലോ പ്രശ്നം. മുത്തശ്ശൻ പറഞ്ഞ പ്രകാരം നീ അമ്പലത്തിൽ പൂജയ്ക്ക് പോകുന്നുണ്ടോ? പൂജയ്ക്ക് പോയേണ്ടി വരും. എങ്കിൽ പിന്നെ നീ മുത്തശ്ശനെ പിണക്കാതെ ക്ഷേത്രത്തിൽ പോയി പൂജകളൊക്കെ ചെയ്യും. വെളുപ്പിനെ എണീച്ച് കുളിച്ച് അമ്പലത്തിൽ പോകാൻ എനിക്ക് പറ്റില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ടാണെങ്കിൽ നോക്കാം. അല്ല, ഇവിടെ നിന്ന് രാവിലെ പുറത്തു പോവാൻ എന്ത് ചെയ്യും? അത് മുത്തശ്ശൻ വാർഡനെ വിളിച്ചു പറഞ്ഞ് പെർമിഷൻ എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ നാളെ മുതൽ നീ അതിരാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിൽ പോയി പൂജ തുടങ്ങിക്കോ. ഇപ്പൊ കോളേജിൽ പോണ്ടേ? വാ, ഇറങ്ങ.
ഇത്രയും സ്പീഡ് വേണ്ട.